കേന്ദ്രത്തിന്റെ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ യുഡിഎഫും എൽഡിഎഫും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് ആറന്മുളയിലെ എൻഡിഎ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ. വർഗീയ വിദ്വേഷം പരത്തുന്ന പ്രവർത്തികൾ തടയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധിക്കണമെന്നും കുമ്മനം രാജശേഖരൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ആറന്മുളയിലെ എൻഡിഎ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ FCA ഒരു നിയമം വന്നിരുന്നു. മറ്റ് രണ്ട് മുന്നണികളും സംസ്ഥാനത്ത് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ്. അവർ മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ ദേവാലയങ്ങളും ഒക്കെ പിടിച്ചടക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ നിയമം എന്നാണ് ഈ FCRനെ കുറിച്ച് പറയുന്നത്. എങ്ങനെയാണ് രാജേട്ട സത്യത്തിൽ ഇതിന്റെ കേന്ദ്ര സർക്കാർ ഈ നിയമം കൊണ്ട് വ്യക്തമാക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ രാഷ്ട്രീയ തട്ടിപ്പ് നടത്തി ജനങ്ങളെ വഞ്ചിച്ചും കബളിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും വോട്ട് നേടാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് CPM ഇപ്പോൾ ഒരു പുതിയ വിഷയവുമായിട്ട് വരുന്നത്. ഇവിടുത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന് പറയുന്നതിലൂടെ ഒന്ന് വർഗീയ വിദ്വേഷം ഉണ്ടാക്കുകയാണ്, മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുകയാണ്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് നിയമത്തിന്റെ ലംഘനമാണ്. പിന്നെ ഇനി സർക്കാർ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് ദോഷകരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. ഏത് ഭാഗമാണ് ഇപ്പോൾ FCRയുടെ നിയമത്തിലെ ഏത് ഭാഗമാണ് ക്രൈസ്തവ സമൂഹത്തിന് ദൂഷ്യകരമായിട്ടുള്ളതെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുന്നു, ഒരു കാരണവശാലും ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് പ്രതികൂലമായോ ഉപദ്രവകരമായോ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഈ നിയമത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ചുമതല വഹിക്കുന്ന കിരൺ റിജിജു അക്കാര്യം പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ തന്നെ കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം വഹിക്കുന്ന ജോർജ് കുര്യൻ ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞിട്ടും ഇപ്പോൾ CPM-ഉം കോൺഗ്രസും പ്രചരണം നടത്തുന്നത് അത് അങ്ങേയറ്റം അപലപനീയമാണ്. അത് നാട്ടിൽ സംഘർഷം ഉണ്ടാക്കണം എന്നുള്ള മനഃപൂർവമായ ഉദ്ദേശത്തോടു കൂടിയാണ്. ഒരു കാരണവശാലും ക്രൈസ്തവരുടെ വോട്ട് BJPക്ക് പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ മനഃപൂർവ്വം നടത്തുന്ന പ്രചരണമാണ്. അത് തിരിച്ചറിയാനുള്ള കഴിവ് ക്രൈസ്തവ സഹോദരങ്ങൾക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പണ്ട് കരസ്ഥമാക്കിയതിനു ശേഷം ചില തട്ടിക്കൂട്ട് സംഘടനകൾ രാജ്യത്തിന് വിദ്വേഷ തരത്തിലുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടായിരിക്കാം ഇതിനൊരു ഭേദഗതി അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തിയത്. FCRA രജിസ്ട്രേഷൻ കിട്ടുമ്പോൾ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ആ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കല്ലാതെ രാഷ്ട്രവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വിദേശ പണം ഉപയോഗിക്കുന്ന ശക്തികൾ ഈ ഭാരതത്തിലുണ്ടെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ചില നിബന്ധനകൾ കൊണ്ടുവന്നത്. അത് അവർ മാത്രം ഭയപ്പെട്ടാൽ മതി, അവരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അതിന് നല്ല രീതിയിൽ ജീവകാരുണികമായ പ്രവർത്തനങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ധാർമ്മിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ക്രൈസ്തവ സഭകൾക്ക് ഒരു കാരണവശാലും ഇതൊന്നും ദൂഷ്യമായിട്ട് വരില്ല എന്നുള്ളത് ഉറപ്പ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ സഹോദരങ്ങളിടയിൽ യാതൊരുവിധ ഭയാശങ്കകളും ഉണ്ടാകേണ്ട ആവശ്യമില്ല. ക്രൈസ്തവ സഹോദരങ്ങളോടൊപ്പം ക്രൈസ്തവ സഭാ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ധാർമ്മിക സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശംസനീയമായ പ്രവർത്തനങ്ങൾക്ക് എന്നും പിന്തുണ നൽകിക്കൊണ്ട് ആണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ക്രൈസ്തവ മേലധ്യക്ഷന്മാരൊക്കെ രാജ്യത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ എങ്ങനെയാണ് പ്രതികരണം? ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് വാസ്തവത്തിൽ അതിന്റെ ശരിയായിട്ടുള്ള, ഈ പറഞ്ഞ നിയമത്തിന്റെ ശരിയായിട്ടുള്ള ഉൾക്കാമ്പ് മനസ്സിലാക്കിയവരാണ്. അവർ പറയുന്നുണ്ടല്ലോ, ദേശദ്രോഹ ശക്തികൾ ഈ നിയമം കൊണ്ട് മുതലെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് യാതൊരു എളുപ്പമില്ല. പക്ഷെ വ്യാപകമായ പ്രചരണം ഇപ്പോൾ BJPക്കെതിരെ ഈ നിയമത്തിന്റെ പേരിൽ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭേദഗതി നിയമത്തിന്റെ പേരിൽ അഴിച്ചുവിടുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ സംശയങ്ങൾ തീർത്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. BJP അങ്ങനെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം BJP ഏതെങ്കിലും സന്ദർഭത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി അവരുടെ കുത്തിനോവിക്കുന്ന, അവരുടെ വികാരങ്ങളെ ഗുണപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം നടത്തിയതായിട്ടോ എന്തെങ്കിലും സംഭവം ഉള്ളതായിട്ട് അവർക്ക് ആർക്കും ചൂണ്ടിക്കാണിക്കാനില്ല. ഞാൻ സ്ഥാനാർത്ഥിത്വം ഇവിടെ ആറന്മുളയിൽ മത്സരിക്കുന്നത്, ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്, ഇവിടെ എനിക്കറിയാം ഇവിടെ ഒരു ബഹുസ്വരതയുടെ നാടാണ്.
എല്ലാ വിഭാഗം ജനങ്ങളും മതവിഭാഗങ്ങളും അവരവരുടേതായിട്ടുള്ള വലിയ ആഘോഷങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി കഴിയുന്നവരാണ്. ആ ഐക്യവും സൗഹാർദ്ദവും നിലനിർത്തണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. എല്ലാ മതസ്ഥരുടെയും വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അങ്ങേയറ്റം ആദരപൂർവ്വം കാണുന്ന ഒരാളാണ്. അതെല്ലാം നിലനിർത്തണം, അതൊന്നും ധ്വംസിക്കപ്പെടാൻ പാടില്ല. ഈ ഭക്തജനങ്ങളുടെ വികാരങ്ങളെയും വിശ്വാസങ്ങളെയും ധ്വംസിച്ച, തകർത്ത, നശിപ്പിച്ച, കൊള്ള നടത്തിയ ഈ CPM-ഉം കോൺഗ്രസ്സുകാരനുമാണ് ഇപ്പോൾ ഇവിടെ മതവിശ്വാസവും മത സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് നാട്ടുകാരുടെ ഇടയിലേക്ക് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയോട് SDPIയോടും ഒക്കെ സന്ധി ചെയ്യുന്ന ആൾക്കാർ അവർ മതവിദ്വേഷം ഉണ്ടാക്കുന്നവരാണ്. ആ മതവിദ്വേഷം ഉണ്ടാക്കുന്നവരോട് സന്ധി ചെയ്ത് അവരുടെ പിന്തുണ വാങ്ങി അവരെ തോളിൽ കയറ്റി അവരുടെ കൊടി തങ്ങളുടെ കൊടിയോടൊപ്പം വെച്ച് കെട്ടി വോട്ട് ചോദിക്കുന്ന കോൺഗ്രസിനും CPM-നും ഇവിടെ മതസൗഹാർദ്ദത്തെ കുറിച്ച് എന്താ പറയാൻ അധികാരം, അല്ലെങ്കിൽ എന്ത് അവകാശം? ധാർമ്മികമായ ഒരവകാശവും അവർക്ക് ക്രൈസ്തവ സമുദായം സമൂഹം നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് ഒന്നും പറയാൻ ഉള്ള അർഹതയില്ല. ഇന്നലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അടൂരിൽ രാഹുൽ ഗാന്ധി അവിടുത്തെ ഒരു സ്വീകരണ യോഗത്തിൽ പ്രധാനമന്ത്രിയെയും പ്രത്യേകിച്ച് BJPയും കടന്നാക്രമിച്ചുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് CPM-ആയിട്ടുള്ള ഒരു ഹിഡൻ അജണ്ടയുണ്ടെന്നും വീണ്ടും അദ്ദേഹം ട്രംപിന് കീഴടങ്ങിയെന്നുള്ള ഒരു 2 പ്രസ്താവനകളാണ് രാഹുൽ ഗാന്ധി അടൂരിൽ നടത്തിയത്. രാഹുൽ ഗാന്ധി ഇത് പറയാൻ വേണ്ടി നാളെ പറയാമല്ലോ. കേരളത്തിൽ നിന്ന് മാത്രമേ പറയൂ. കേരളത്തിന് പുറത്ത് ഈ CPM-ഉമായിട്ട് ഡീലാന്ന് പറയൂ. കാരണം CPM-ഉമായിട്ട് ചങ്ങാത്തത്തിലും ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്നവരുമാണ്. അവിടെ MA ബേബിയും രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ചു നിന്നുകൊണ്ടാണ് യോഗത്തിലൊക്കെ പ്രസംഗിക്കുന്നത്. ഇവിടുന്ന് 60-65 കിലോമീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാട് അതിർത്തി കഴിഞ്ഞു. അവിടെ ഇവർ രണ്ടുപേരും സൗഹാർദ്ദത്തിലാണ്. ഈ കേരളത്തിൽ വന്നിട്ട് ഈ വേഷം കിട്ടുന്നതിനാണ്, ഈ അഭിനയം എന്തിനാണ്? ഇത് കാപട്യമാണ്. ഈ ഡീല് എന്ന് പറയുന്നത് ആരുമായിട്ടാണ് ഡീൽ? എന്ത് ഡീലാണ്? അത് പറയട്ടെ. അതൊന്നും പറയാതെ വെറുതെ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുക. ഇവിടുത്തെ ജീവൽ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടും. അതാണ് അതിന്റെ കാര്യം. കാരണം ഇവിടെ LDF-ഉം UDF-ഉം ഈ നാട്ടിൽ ഈ പരുവമായതിന്റെ ഉത്തരവാദികളാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമായതിന്റെ ഉത്തരവാദികൾ ആരാണ്? നാട് നീളെ ഇത്രയും നാളും ഭരിച്ചവരാണ്. അപ്പൊ അതൊന്നും ചർച്ചയാവും. അതിനൊരു ഡീൽ വിഷയവും ആയി അവര് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ ഡീല് എന്ന് പറയുന്നത് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി മാത്രമാണ്. എങ്ങനെയാണ് BJPക്ക് CPM-ആയിട്ട് ഡീൽ ഉണ്ടാക്കാൻ പറ്റുക? എങ്ങനെയാണ് BJPക്ക് കോൺഗ്രസുമായിട്ട് ഡീൽ ഉണ്ടാക്കാൻ പറ്റുക? അപ്പൊ കോൺഗ്രസും CPM-ഉം പറയുന്ന ഒരു കാര്യമാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുകയാണ്. ശരിയായ ഡീലിനപ്പുറത്ത് സഖ്യമുണ്ടാക്കിയവരാണ് CPM-ഉം കോൺഗ്രസും. അവര് സഖ്യകക്ഷികളാണ്. ഭാരതീയ ദേശീയ തലത്തിൽ സഖ്യകക്ഷികളാണ്. ഇവിടെ വന്നിട്ട് മറ്റേ BJPയോട് ഡീലിന്റെ കാര്യം പറയുന്നത് എന്തിനാണ്? അപ്പൊ ഇതൊക്കെ ഒരു തട്ടിപ്പാണ്. ഇതൊക്കെ കബളിപ്പിക്കൽ രാഷ്ട്രീയമാണ്. ഇത് ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. അവർ തമ്മിലുള്ള ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിൽ തന്നെ ആലോചിച്ച് ഗൂഢാലോചന നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ ഇലക്ഷൻ കാലത്ത് ശ്രദ്ധ മാറ്റാൻ അവർ പടച്ചുണ്ടാക്കിയ ഒരു കെട്ടുകഥയാണിത്. വെറും 9 ദിവസം കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിലേക്കാണ്. എങ്ങനെയാണ് ആത്മവിശ്വാസം? വോട്ടർമാരോട് എന്തൊക്കെയാണ് പറയുന്നത്? അല്ല, ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിൽ കൂടി തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് 3-ാം വട്ടം 4-ാം വട്ടം എനിക്ക് ചെല്ലാൻ കഴിയും. ഇപ്പൊ ഏതാണ്ട് 2-3 വട്ടം കഴിഞ്ഞിരിക്കും. അപ്പൊ ഇനി വാഹനത്തിൽ കയറി എല്ലാവരെയും ഒരിക്കൽ കൂടി നേരിൽ കാണാൻ വേണ്ടി നാളെ മുതൽ ഇറങ്ങുകയാണ്. അടുത്ത 5 ദിവസം അതിനു വേണ്ടിയിട്ട് ഞാൻ സമയം ചെലവഴിക്കും. എനിക്ക് വിശ്വാസമുണ്ട് ജനങ്ങൾ എന്നെ കൈവിടില്ല. കാരണം ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. നാടിന് വേണ്ടിയാണ്, വികസനത്തിന് വേണ്ടിയാണ്, മാറ്റത്തിന് വേണ്ടിയാണ്, ഇവിടെ മതസൗഹാർദ്ദത്തിന് വേണ്ടിയാണ്. എല്ലാ മതസ്ഥരുടെയും വികാര വിശ്വാസ സങ്കല്പങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് ജനങ്ങൾ എന്നെ കൈവിടില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ആറന്മുളയിലെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.